ന്യൂയോർക്കിൽ ഹെലികോപ്റ്റർ തകർന്ന് വീണ 6 പേർ കൊല്ലപ്പെട്ടു. അജിന മുഹമ്മദ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അജിന, എപ്പോഴായിരുന്നു സംഭവം? എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ? ബിനിഷ, ഇന്ന് രാവിലെ 3 മണിയോടെയായിരുന്നു അമേരിക്കയിലെ ന്യൂയോർക്കിൽ ഹെലികോപ്റ്റർ തകർന്നു വീണ് 6 പേർ കൊല്ലപ്പെട്ടത്. ഹെലികോപ്റ്റർ ഹഡ്സൺ നദിയിലേക്കാണ് തകർന്നു വീണത്. ഈ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത് പ്രമുഖ ടെക് കമ്പനിയായ സീമെൻസിൻ്റെ സ്പെയിനിലെ പ്രസിഡന്റ് അഗസ്റ്റിൻ എക്സ്ബോറും കുടുംബവും സഞ്ചരിച്ച ബെൽ 206 എന്ന ഹെലികോപ്റ്ററാണ് ഹഡ്സൺ നദിയിലേക്ക് തകർന്നു വീണത്. പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും മറ്റ് രക്ഷാപ്രവർത്തകരുടെ സംയുക്ത തെരച്ചിലിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഇവരിൽ 2 പേർക്ക് ജീവൻ ഉണ്ടായിരുന്നു. അതായത് ഈ നദിയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ 2 പേർക്ക് ജീവൻ ഉണ്ടായിരുന്നു. പക്ഷേ വഴിമധ്യേ, അതായത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയായിരുന്നു ഇവരുടെ 2 പേരുടെയും മരണം സംഭവിച്ചത്. ഇതെന്തായാലും വളരെ അതിദാരുണമായ ഒരു സംഭവം തന്നെയാണ്. കാരണം മോശം കാലാവസ്ഥയും അതുപോലെ തന്നെ ഈ ഹെലികോപ്റ്റർ സഞ്ചരിച്ചപ്പോൾ വളരെയധികം കനത്ത മൂടൽമഞ്ഞ് അനുഭവപ്പെട്ടതായും അധികൃതർ പറഞ്ഞു. ഇങ്ങനെ ഹെലികോപ്റ്ററിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു എന്നാണ് ഇപ്പോൾ അധികൃതർ പറയുന്നത്. അതായത് അഗസ്റ്റിൻ എക്സ്ബോർ മാൻഹാട്ടൻ തീരത്ത് നിന്നും ജോർജ് വാഷിംഗ്ടൺ ബ്രിഡ്ജിലേക്ക് എത്തിയതാണ്. തിരിച്ച് മാൻഹാട്ടിലേക്ക് പുറപ്പെടവെയാണ് ഈ ഹെലികോപ്റ്റർ തകർന്ന് ഹഡ്സൺ നദിയിലേക്ക് തകർന്നു വീണത്. ഏകദേശം ഒരു 10 അടിയോളം ഈ ഹഡ്സൺ നദിക്ക് താഴ്ചയുണ്ട്. അപ്പോൾ ഈ പോലീസും ഈ രക്ഷാപ്രവർത്തകരുടെയും സംയുക്ത തിരച്ചിലാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തത്. വിനിഷ. ശരി, അജിന മുഹമ്മദാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ന്യൂയോർക്കിലായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ന്യൂയോർക്കിൽ ഹെലികോപ്റ്റർ തകർന്ന് വീണ 6 പേർ മരിച്ചു. ഹഡ്സൺ നദിയിലേക്കാണ് ഈ ഹെലികോപ്റ്റർ തകർന്ന് വീണത്. അതിൻ്റെ വിശദാംശങ്ങളാണ് അജിന മുഹമ്മദ് ന്യൂസ് ഡെസ്കിൽ നിന്നും നൽകിയത്.